പ്രണയം ഒരൊറ്റ വാക്ക് അല്ലേ? പക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള ഒരു വികാരം. അപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇതൊരു ദൈവികമായ കണ്ടെത്തലാണോ, അതോ നമ്മളെ വീഴ്ത്താനുള്ള പ്രകൃതിയുടെ ഒരു തന്ത്രം വല്ലതുമാണോ? വാ, നമുക്ക് ഒരുമിച്ച് ഈ വലിയ ചോദ്യത്തിന്റെ ഉത്തരമൊന്ന് തേടി നോക്കാം. ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. ഇത് ശരിക്കും പ്രണയത്തിന്റെ ഒരു രണ്ടു മുഖം കാണിച്ചു തരുന്നുണ്ട് അല്ലേ? ഒരേ നിമിഷം നമ്മളെ സ്വർഗത്തിലും ചിലപ്പോൾ നരകത്തിലും എത്തിക്കാൻ അതിനു പറ്റും. ഒരുപക്ഷെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങളൊക്കെ ഓർമ്മ വരുന്നുണ്ടാവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു അന്വേഷണത്തിന്റെ കാതൽ. ശരിക്കും പ്രണയം നമ്മുടെ ആത്മാവിനെ തേടിയുള്ളൊരു യാത്രയാണോ, അതോ വെറും ബയോളജിക്കലായൊരു തന്ത്രം മാത്രമാണോ? ആത്മാവിന്റെ പൂർണ്ണതയോ, അതോ ശരീരത്തിന്റെ ആവശ്യങ്ങളോ? ഇതാണ് ഇവിടത്തെ വലിയ ചോദ്യം. ശരി, നമുക്ക് ആദ്യം ആ റൊമാൻറ്റിക്കായ ആ മനോഹരമായ സ്വപ്നത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് പുരാതന ഗ്രീസിലേക്ക് പോകാം. അവിടെ പ്ലേറ്റോ എന്നു പേരുള്ള ഒരു വലിയ തത്വചിന്തകൻ പ്രണയത്തെക്കുറിച്ചൊരു കിടിലൻ കഥ പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ കഥ കേട്ടാൽ ആരായാലും പ്രണയം ഒരു അനുഗ്രഹമാണെന്ന് വിശ്വസിച്ചു പോകും. ഈ കഥയിൽ നിന്നാണ് നമ്മളിന്ന് പറയുന്ന സോൾമേറ്റ് അഥവാ ആത്മമിത്രം എന്ന ഐഡിയ വരുന്നത്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കിയേ, ഒരു കാലത്ത് നമ്മളൊക്കെ പൂർണ്ണരായിരുന്നു അത്രേ. 2 തലയും 4 കൈകളും 4 കാലുകളുമൊക്കെയുള്ള എന്തോ ഒരു അത്ഭുത ജീവികൾ. പക്ഷേ നമ്മുടെ ഈ ഒരു പൂർണ്ണത കണ്ട് ദൈവങ്ങൾക്ക് അസൂയ തോന്നി. പിന്നൊന്നും നോക്കിയില്ല, സിയോസ് ദേവൻ ഒറ്റ മിന്നൽപ്പിണറുകൊണ്ട് നമ്മളെ നേരെ 2ആയിട്ട് മുറിച്ചു. ആ ഒരൊറ്റ നിമിഷം, അന്നു മുതലാണ് മനുഷ്യന്റെ തീരാത്ത വിരഹവും ആ മറ്റേ പകുതിക്കു വേണ്ടിയുള്ള തിരച്ചിലും തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ പ്ലേറ്റോയെ സംബന്ധിച്ചിടത്തോളം പ്രണയം എന്ന് പറയുന്നത് വെറുമൊരു ഫീലിംഗ് അല്ല. അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ ആ മറ്റേ പകുതിയെ, ആ അതർ ഹാഫിനെ കണ്ടെത്താനുള്ള ഒരു തീർത്ഥയാത്രയാണ്. എന്തു മനോഹരമായ ഒരു സങ്കല്പമാണല്ലേ അത്. ഓക്കെ, ഈ റൊമാൻറ്റിക് സ്വപ്നമൊക്കെ കൊള്ളാം. പക്ഷേ ഈ സ്വപ്നത്തെ ഒരു ചുറ്റിക കൊണ്ടടിച്ച് തകർക്കാൻ ഒരാൾ വരുന്നുണ്ട്. പേര് ആർതർ ഷോപ്പൻഹവർ. അദ്ദേഹത്തിന്റെ കണ്ണിൽ ഈ പറയുന്ന പ്രണയം വെറുമൊരു തട്ടിപ്പാണ്, ഒരു തന്ത്രം. അദ്ദേഹം പ്രണയത്തെ വിളിച്ചത് വിഷയാസക്തി നിറഞ്ഞൊരു മിഥ്യാബോധം എന്നാണ്. അതായത് ഒരു വോളപ്ചസ് ഇല്യൂഷൻ. ആ ഒരൊറ്റ വാക്കിലെല്ലാമുണ്ട്. പ്രണയം ഒരു മായയാണ്, ഒരു ഇല്യൂഷൻ. നമ്മളെ പറ്റിക്കാൻ വേണ്ടി പ്രകൃതി ഒരുക്കുന്ന ഒരു കളി, അത്രമാത്രം. അപ്പോൾ എന്തിനാണ് പ്രകൃതി നമ്മളെ ഇങ്ങനെ പറ്റിക്കുന്നത്? ഷോപ്പൻഹോവർക്ക് വളരെ വ്യക്തമായ ഉത്തരമുണ്ട്. ഒരൊറ്റ ലക്ഷ്യം: പ്രത്യുൽപാദനം. അതായത് വംശം നിലനിർത്തുക. നമ്മളെക്കൊണ്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കാൻ വേണ്ടി പ്രകൃതി ഒരുക്കുന്ന ഒരു സ്വീറ്റ് ട്രാപ്പ്, ഒരു മധുരമുള്ള കെണി. അതാണ് പ്രണയം. അപ്പോൾ നോക്കൂ, ഇവിടെ 2 ലോകങ്ങൾ നേർക്കുനേർ വരികയാണ്. ഒരു വശത്ത് പ്ലേറ്റോയുടെ ആ മനോഹരമായ സ്വപ്നം, മറുവശത്ത് ഷോപ്പൻഹോവറിന്റെ ആ പച്ചയായ യാഥാർത്ഥ്യം. ഇതിലേത് കഥയാണ് നിങ്ങളുടെ മനസ്സ് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നത്? ആത്മാവിന്റെ പൂർണ്ണതയോ, അതോ പ്രകൃതിയുടെ തന്ത്രമോ? പക്ഷേ ഈ കഥ ഇവിടെ തീരുന്നില്ല. കാരണം പ്രണയം എന്നു പറയുന്നത് വെറുമൊരു സ്വപ്നമോ അല്ലെങ്കിൽ ഒരു കെണിയോ മാത്രമല്ല. ഈ 2 എക്സ്ട്രീമുകൾക്കപ്പുറത്തും ചില ചിന്തകരുണ്ട്. അവർ പ്രണയത്തിന് മറ്റു ചില കാരണങ്ങൾ കണ്ടെത്തുന്നുമുണ്ട്. ഇപ്പോൾ ബെർട്രാൻഡ് റസ്സൽ പറയുന്നത് കേൾക്കൂ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ നമ്മൾ പ്രണയിക്കുന്നത് നമ്മുടെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാനാണ്, ഈ തണുത്തുറഞ്ഞ ക്രൂരമായ ലോകത്തെ നേരിടാനുള്ള പേടി മാറ്റാൻ. അപ്പോൾ പ്രണയം ഒരുതരം അഭയമാണ്, നമ്മളെ ഒറ്റപ്പെടലിൽ നിന്ന് പൊതിഞ്ഞു പിടിക്കുന്ന ഒരു ചൂടുള്ള പുതപ്പ് പോലെ. എന്നാൽ ശ്രീബുദ്ധൻ നൽകുന്നത് മറ്റൊരു മുന്നറിയിപ്പാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്ടിൽ ഈ തീവ്രമായ പ്രണയമെന്ന് പറയുന്നത് ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്ന ഒരുതരം അറ്റാച്ച്മെന്റാണ്. അതത്തരം അറ്റാച്ച്മെന്റുകൾ അവസാനം നമ്മളെ എത്തിക്കുന്നത് വലിയ ദുരിതത്തിലേക്കായിരിക്കും. അതായത് പ്രണയം നമ്മളെ കെട്ടിയിടുന്ന ഒരു ചങ്ങലയാകാം. ഈ പറഞ്ഞ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ ആസക്തി എത്രത്തോളം അപകടകരമാകാമെന്ന് കാണിക്കുന്ന ഒരു പഴയ കഥയുണ്ട്. ജിയാ റൂയി എന്നു പേരുള്ളൊരു ചെറുപ്പക്കാരന്റെ കഥ. പ്രണയം തലക്കി പിടിച്ച് അതൊരു രോഗമായി മാറിയപ്പോൾ ചികിത്സയ്ക്കായി അവനൊരു മാന്ത്രിക കണ്ണാടി കിട്ടി. പക്ഷെ ആ കണ്ണാടി ഉപയോഗിക്കുന്നതിനൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. അവനത് കേട്ടില്ല. അവൻ ആ കണ്ണാടിയിൽ തന്റെ പ്രിയപ്പെട്ടവളുടെ രൂപം നോക്കി നിന്നു. ആ നിമിഷം ആ കണ്ണാടി അവന്റെ ആത്മാവിനെ മരണത്തിലേക്ക് വലിച്ചെടുത്തു. ഒരുപക്ഷെ ബുദ്ധൻ പറയാൻ ശ്രമിച്ചതും ഇതുതന്നെയാവാം. തീവ്രമായ ആസക്തി നമ്മളെ തന്നെ ഇല്ലാതാക്കും. അപ്പോൾ പ്രണയം ശരിക്കും ഒരു കെണി തന്നെയാണോ? അപ്പം നോക്കൂ, മൊത്തത്തിലൊരു ആശയക്കുഴപ്പമായല്ലേ? പ്രണയം സ്വപ്നമാണോ, യാഥാർത്ഥ്യമാണോ, അഭയമാണോ, അതോ കെണിയാണോ? ഈ കൺഫ്യൂഷനുകൾക്കിടയിൽ നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായൊരു വഴി പറഞ്ഞു തരുന്ന ഒരാളുണ്ട്. ഫ്രഞ്ച് തത്വചിന്തകയായ സിമോൺ ദെ ബോവ. അവർ പ്രണയത്തിനൊരു പുതിയ, ഒരു മോഡേൺ മുഖം നൽകുന്നുണ്ട്. സിമോൺ ദെ ബോവയുടെ അഭിപ്രായത്തിൽ പ്രണയമെന്ന് പറയുന്നത് മറ്റൊരാളുമായി ഒന്നായി ചേരാനുള്ളൊരാഗ്രഹം തന്നെയാണ്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ പ്രശ്നം വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമ്മൾ ആ പ്രണയത്തെ നമ്മുടെ ജീവിതത്തിന്റെ ഒരേയൊരു ലക്ഷ്യമാക്കി മാറ്റുമ്പോഴാണ്. നമ്മൾ മറ്റൊരാളിൽ അങ്ങ് അലിഞ്ഞ് ഇല്ലാതാകാൻ ശ്രമിക്കുന്നു. നമ്മുടെ സ്വന്തം വ്യക്തിത്വം പോലും മറക്കുന്നു. അത് ശരിക്കും പ്രണയമല്ല, അതൊരു തടവറയാണ്.
അപ്പോ എന്താണ് യഥാർത്ഥ പ്രണയം? സിമോൺ ദെ ബൊവായുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് രണ്ട് പൂർണ്ണരായ വ്യക്തികൾ ഒരുമിച്ച് നിൽക്കുന്നതാണ്. അവർ പരസ്പരം താങ്ങാകുന്നു, അവരവരുടെ സ്വപ്നങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്നു. അവർ ഒരുമിച്ച് ഈ ലോകത്തെ കൂടുതൽ മെച്ചപ്പെട്ട ഒരിടമാക്കി മാറ്റുന്നു. അതായത് ഒരാൾ മറ്റൊരാളുടെ തടവുകാരനാകുന്നില്ല, മറിച്ച് സഹയാത്രികരാകുന്നു. അപ്പോൾ നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? പ്ലേറ്റോയുടെ ആ മനോഹരമായ സ്വപ്നത്തിൽ തുടങ്ങി ഷോപ്പൻഹോവറിന്റെ ആ പച്ചയായ യാഥാർത്ഥ്യം കണ്ട് അവസാനം സിമോൺ ദ ബൊവോയുടെ പ്രായോഗികമായ ലോകത്തെത്തി. ഒരു കാര്യം ഉറപ്പാണ്, എന്തുകൊണ്ടാണ് നമ്മൾ പ്രണയിക്കുന്നതെന്നതിന് ഒരൊറ്റ ഉത്തരമില്ല. അതൊരു നേർരേഖയിലുള്ള യാത്രയല്ല, തീർച്ചയായും അതൊരു റോളർ കോസ്റ്റർ റൈഡ് തന്നെയാണ്. അല്ലേ? ഒരേ സമയം നമ്മളെ പേടിപ്പിക്കുകയും അതേ നിമിഷം തന്നെ ആവേശം കൊള്ളിക്കുകയും ചെയ്യും. നമ്മളെ കരയിപ്പിക്കും, പക്ഷേ ആകാശത്തോളം ഉയർത്തുകയും ചെയ്യും. ഇങ്ങനെ വേദനയും ആനന്ദവും ഒരുമിച്ച് തരാൻ കഴിയുന്ന മറ്റെന്താണ് ഈ ലോകത്തുള്ളത്? ചിലപ്പോൾ പ്രണയത്തിൽ നമ്മൾ നമ്മളെ തന്നെ നഷ്ടപ്പെടുത്തുകയായിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ പുതുതായി കണ്ടെത്തുകയായിരിക്കാം. അത് ചിലപ്പോൾ നമ്മുടെ ഹൃദയം തകർത്തു തരിപ്പണമാക്കിയേക്കാം. അല്ലെങ്കിൽ ഒരുപക്ഷേ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും നല്ല കാര്യമായിരിക്കാം. അതൊരു വലിയ റിസ്ക്കാണ്, പക്ഷേ അതിലും വലിയൊരു സാധ്യത കൂടിയാണ്. അപ്പോൾ ആ ഉത്തരം കണ്ടെത്താൻ നിങ്ങൾ തയ്യാറാണോ? ആ റിസ്ക് എടുക്കാൻ നിങ്ങൾ ധൈര്യപ്പെടുമോ? ആ വലിയ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു.